ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് നേരെ ഗുണ്ടൽപേട്ടയിലോട്ടാണ് പോകുന്ന പോക്കിൽ ഭാഗ്യം നമുക്ക് ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളെ യാത്രയിൽ നമുക്കൊരു കൂട്ടം ആനനെയും അതേപോലെ തന്നെ മാന് കുരങ്ങൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ആ കാടിൻ്റെ പച്ചപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ കർണാടകയിലോട്ട് കയറി കഴിഞ്ഞാൽ ആ പരന്ന് കിടക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ കർണാടകക്കാരൊക്കെ ഇപ്പോൾ ഐഡിയ പഠിച്ചു കേട്ടോ. ഇപ്പോൾ പൂക്കളുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് ചാർജ് ഈടാക്കുന്നുണ്ട്. പണ്ടൊന്നും ഇതില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറീൻ്റെ അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങയൊക്കെ ഉണ്ട്. പക്ഷേ മാങ്ങക്ക് വലിയ വിലക്കുറവൊന്നുമില്ല ഈ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട്. നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടാവും. മല്ലികയുണ്ട്, അതേപോലെ തന്നെ വേറെ ഏതൊക്കെയോ മാങ്ങകളൊക്കെ ഉണ്ട്. അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് പെട്രോൾ പമ്പിലാണ്. ഇവിടുന്ന് ഗുണ്ടൽപേട്ട പോകുന്ന സമയത്ത് തന്നെ പുതിയ പമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പമ്പുകളൊക്കെ അടിപൊളി കേട്ടോ. പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പാർക്കിംഗ് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കോഫി ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ കോഫി കുടിക്കാനൊക്കെ പറ്റിയ ഒരു കോഫി ഷോപ്പ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഗുണ്ടൽപേട്ട ടൗണിലോട്ട് പോയിട്ടോ. അവിടുത്തെ ഫേമസ് ആയ മിൽക്ക് പേഡൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ മുക്കള്ളി റോട്ടിന് ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് പോയി. ശരിക്കും കർണാടകൻ്റെ ഉള്ളേരിയയിലൂടെ പോകുമ്പോൾ കേട്ടോ ഇങ്ങനത്തെ ഭംഗികളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ പഴയ തനിമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മൾ ആ ഉള്ളേരിയയിലൂടെ പാസ് ചെയ്യുമ്പോൾ കേട്ടോ. ശരിക്കും ഞങ്ങൾ ഈ ഉള്ളേരിയയിലൂടെ പോയതുകൊണ്ട് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അത്യാവശ്യം നല്ല പൂന്തോട്ടങ്ങളാണ്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിസാം, വയനാട്.